കേരളത്തിൽ, പ്രത്യേകിച്ചും ഉത്തര കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു രാജവംശമാണ് സാമൂതിരി രാജവംശം. സാമൂതിരിയുടെ 18 കാവുകളെക്കുറിച്ചുള്ള പഠനം വരുമ്പോൾ അതിലെ കരിങ്കാളി എന്ന ദേവതയെക്കുറിച്ചുള്ള പഠനം പ്രത്യേകമായി പരിഗണിക്കേണ്ടി വരും. ഇത് കേരളത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ മാതൃദേവതാ സങ്കല്പങ്ങളിലും തികച്ചും ഭിന്നമാണ്. ആന്തരിക തലത്തിലും അനുഷ്ഠാന തലത്തിലും ഒരു വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന ദേവതാസങ്കല്പമാണ്. അപ്പം ഇതിൽ നമ്മുടെ സംഘകാലത്തെ കൊറ്റവൈ എന്ന് പറയുന്ന ദ്രാവിഡ ദേവതയെക്കുറിച്ച് ആദ്യമൊന്ന് ചർച്ച ചെയ്യണം. സംഘകാലത്തെ ചേര രാജാക്കന്മാരുടെ യുദ്ധദേവതയാണ്. കടുത്ത കോപം, ഇതാണ് പ്രധാനപ്പെട്ട സ്വഭാവം. ഇവിടെ ഒരു ചെറിയ കാര്യം ഇടയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബാണയുദ്ധത്തിൽ കോട്ടവി എന്ന് പറയുന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ ഭാഗവതത്തിലാണ്. ബാണയുദ്ധത്തിൻ്റെ സമയത്ത് ബാണനെ കൃഷ്ണൻ കൊല്ലും എന്നൊരവസ്ഥയിലെത്തുമ്പോൾ കോട്ടവി അവിടെ നഗ്നയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. ശ്രീകൃഷ്ണൻ്റെ സൈന്യം ഓടി രക്ഷപ്പെടുന്നു. ഈ കോട്ടവിയെക്കുറിച്ച് സംസ്കൃത ഭാഗവതത്തിൽ കാണാനില്ല. ഒരുപക്ഷെ എഴുത്തച്ഛന് ഈ കൊറ്റവയാണ് കോട്ടവിയായിട്ട് മാറിയത് തോന്നുന്നു. നഗ്നരൂപം, ശരീരം മുഴുവൻ രക്തം ഒലിപ്പിച്ചിട്ടുള്ള ദംഷ്ടയൊക്കെയുള്ള അങ്ങനെ രൂപം, ഭയപ്പെടുത്തുന്ന രൂപമാണ് കൊറ്റവയുടെ രൂപം. ഇതാണ് ചേര രാജാക്കന്മാരുടെ യുദ്ധദേവത. അപ്പോൾ ഈ കൊറ്റവയെ പല രൂപത്തിൽ പരിണമിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെത്തുമ്പോൾ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ദേവതാസങ്കല്പങ്ങൾ, ദേവീ സങ്കല്പങ്ങൾ പ്രധാനമായിട്ടും 2 ധാരയായിട്ടാണ് വരുന്നത്. ഒന്ന് കൊറ്റവൈ എന്ന് പറയുന്ന അതിൻ്റെ രൂപത്തിൽ തന്നെ പറയാവുന്ന രുരുജിത്ത് എന്ന് പറയുന്നൊരു ദേവതാസങ്കല്പം. മറ്റൊന്ന് ദാരികജിത്ത് എന്ന് പറയുന്ന മറ്റൊരു ദേവതാസങ്കല്പം. ഇത് 2 വഴിക്കാണ് വരുന്നത്. സഖ്യപർവ്വതത്തിൻ്റെ മുകളിൽ കൂടി കയറി വരുന്ന മലദൈവം ആയിട്ട് വരുന്ന ഭദ്രകാളിയുടെ മൂലരൂപം കൊറ്റവയാണ്. അതുപോലെ ഒറീസയിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ വഴി നമ്മുടെ പടിഞ്ഞാറൻ സമുദ്രം വഴി എത്തിച്ചേരുന്ന മറ്റൊരു ദേവതയുണ്ട്, അതാണ് രുരുജിത്ത്. ഇങ്ങനെ 2 തരത്തിലുള്ള ദേവതാസങ്കല്പങ്ങളുണ്ട്. ഇത് രണ്ടും ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. ഇതിനെക്കുറിച്ച് അത്ര ധാരാളമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടില്ല. പക്ഷേ 1-2 പഠനങ്ങൾ ഡേവിഡ് ഹാർമാൻ കമ്മിങ് ഓഫ് ദ ദേവി എന്ന് പറയുന്നൊരു പുസ്തകം സോഷ്യോളജിയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഡേവിഡ് കിൻസ്ലി ഹിന്ദു ഗോഡസസ് എന്ന് പറഞ്ഞ 2 പുസ്തകങ്ങൾ ഉണ്ട്. പിന്നെ ഓ ടെറിഫൈങ് മദർ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം, ഇത് ഭദ്രകാളിയെക്കുറിച്ച്. ഇങ്ങനെ ഏതാനും പഠനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നതൊക്കെ സാധാരണ ആളുകളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന്, അല്ലെങ്കിൽ പത്രന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നാണ് നമുക്ക് ഫീൽഡ് വർക്ക് കൊടുത്ത് വിവരങ്ങൾ കിട്ടുന്നത്. ഇത് നോക്കുമ്പോൾ കൊറ്റവയുടെ കാര്യം തന്നെ എടുക്കുക. അത് ബാണമാതാവ് കോട്ടയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2 സങ്കല്പങ്ങളായി വന്നുള്ള ഇതിലെയും കൊറ്റവയും തമിഴ് പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അത് പ്രാദേശികമായിട്ട് വ്യാപിച്ച് അതിങ്ങനെ പലതരത്തിൽ പല രൂപത്തിൽ വരുന്നുണ്ട്. കണ്ണകി കോവലനോട് കൂടിയിട്ട് കച്ചവടമൊക്കെ പൊളിഞ്ഞ് മല കയറി കിഴക്കൻ സമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ സമുദ്രത്തിലേക്കുള്ള സഞ്ചാരമാണ് കണ്ണകിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മലയിൽ ചില ആദിവാസികൾ അവരുടെ കൊറ്റവയ്ക്ക് പൂജ നടത്തുന്നുണ്ട്. പൂജ നടത്തുമ്പോൾ അതിൽ കോഴി, മദ്യം, മറ്റുള്ള തരത്തിലുള്ള മാംസം ഒക്കെയുള്ള വസ്തുക്കളൊക്കെയാണ് അവിടെ ഉള്ളത്. അവർ കാണുമ്പോൾ തേജസ്വിയായിട്ടുള്ളൊരു പുരുഷനും ഒരു സ്ത്രീയും കണ്ടപ്പോൾ അവർ കൊടുത്തു, ഈ ഭക്ഷണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണ്ടെന്നവർ തിരിച്ചു പറഞ്ഞപ്പോൾ പകരം പഴങ്ങളും
തേനും ഒക്കെയാണ് പിന്നെ കൊടുത്തത്. ആലോചിക്കുക, ഈ ദേവതയാണ് പിന്നീട് കൊടുങ്ങല്ലൂർ ഭദ്രകാളിയായിട്ട് മാറുന്നത്. ഈ ദേവതയാണ് കണ്ണകി. അപ്പോൾ ഈ രണ്ട് കൊറ്റവയ്ക്കും രുചിച്ചിത്തിനും ഇടയിൽ കൂടി കണ്ണകി എന്ന് പറയുന്നൊരു ദേവതാസങ്കല്പം കൂടി അതിനിടയ്ക്ക് വരുന്നുണ്ട്. കണ്ണകി യഥാർത്ഥത്തിൽ ജൈന പാരമ്പര്യത്തിലുള്ളവരാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം പണിയുമ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഗജബാഹു എന്ന രാജാവ് ഇവിടെ സന്ദർശിച്ചു എന്നുള്ള രേഖയുണ്ട്. അത് മറ്റൊരു കാര്യം. കേരളത്തിൽ ദ്രാവിഡ ഭാഷയിൽപ്പെട്ട പല പാട്ടുകളിലും ഒക്കെ ഈ തരത്തിലുള്ള ഭദ്രകാളി തുടങ്ങിയുള്ള ദേവതകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. പക്ഷേ അവിടെയൊന്നും നേരത്തെ പറഞ്ഞ കരിങ്കാളിയെക്കുറിച്ചുള്ള ഒരു സൂചനയില്ല. കണ്ണകി, കോവലൻ തുടങ്ങിയ യാത്രകൾ കണ്ണകിയെക്കുറിച്ച് ധാരാളം പറയുന്നത് ഈ കൊറ്റവയുടെ ഏതാണ്ട് സ്വഭാവത്തിലേക്ക് കണ്ണകി പരിണമിക്കുന്നവരെയുണ്ട്. അതുമാത്രമല്ല, കണ്ണകിയുടെ പ്രസിദ്ധമായ ചിലമ്പും നമ്മുടെ കോവലൻ്റെ കയ്യിൽ താമരപ്പൂവും കൂടി ചേർത്തിട്ട് കുറ്റിപ്പുറത്ത് ഭഗവതിയുടെ പാട്ടിൽ കളം വരയ്ക്കാറുണ്ട്. മാറ്റം എന്താണെന്ന് വെച്ചാൽ നന്ദ്യാരത്ത് ഗോപാലനും ഭദ്രകാളിയുമായിട്ടാണ് വരയ്ക്കുന്നത്. കുറ്റിപ്പുറത്ത് കാവലുണ്ട്, കൊടിക്കുന്നത് കാവലുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്ന അതൊക്കെ കളമെഴുത്ത് പാട്ടുകളുണ്ട്. അപ്പം ഇത് പലതരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങൾ കൂടിക്കലർന്നിട്ട് വേർതിരിച്ചെടുക്കാൻ വയ്യാത്ത തരത്തിൽ ഇങ്ങനെ മാറിയിരിക്കുന്നു. അവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കരിങ്കാളി ദേവതയുടെ ഈ സങ്കല്പങ്ങളുമായിട്ടും ഇതിന് വല്ലാത്ത ബന്ധമില്ല. സത്യത്തിൽ ഈ ദേവതയുടെ അനുഷ്ഠാനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ സാദൃശ്യം തോന്നുമെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധവും അതിന് കാണാനില്ല. കണ്ണകി കിഴക്കൻ സമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ സമുദ്രത്തിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഭദ്രകാളിയായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ചിലപ്പതികാരത്തിൽ അങ്ങനെ പറയുന്നു. അതിൻ്റെ പണ്ഡിനെ കൊല്ലലും പണ്ഡിനെ കൊല്ലുക എന്ന് പറയുമ്പോഴും ഈ കളമെഴുത്ത് പാട്ടിൽ കുറ്റിപ്പുറത്ത് ഭഗവതിയുടെയും കൊടിക്കുന്നത് ഭഗവതിയുടെയും പാട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാണ്ഡ്യനെ കൊന്ന വാളാൽ വലമുല അരിഞ്ഞ തിരുവാരൂർ തിരുമണി മങ്കേ എന്ന് കണ്ണകിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭദ്രകാളിയെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ണകി ഭദ്രകാളിയായതിനു ശേഷം മാത്രമല്ല ഇതിൻ്റെ പരിണാമം ഒരുപാട് സംഭവിക്കുന്നു. ഈ കാളി സങ്കല്പത്തിന് പലതരത്തിലുള്ള പരിണാമങ്ങൾ സംഭവിക്കുന്നു. ദ്രവിഡിയൻ ഗോഡ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ധാരാളം പറയാറുണ്ട്. ഇതിൽ മന്ത്രദേവതയായിട്ട് പരിണമിക്കുന്നു. ഒറ്റമുലച്ചി പറഞ്ഞൊരു ദേവത, ഒരു മന്ത്രവാദത്തിൻ്റെ ഒരു ഭീകര രൂപം ഉണ്ടാകുന്നൊരു ദേവതയാണ്. സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ മിത്ത് അല്ലെങ്കിൽ പ്രാക് രൂപം കണ്ണകിയാണ്. കണ്ണകിയെക്കുറിച്ചുള്ള പാട്ട്, കണ്ണകി തോറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ ഈ ചിലപ്പതികാരം അത്ര പ്രാമുഖ്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ ഭാരതം കഥ തെരുക്കൂത്തായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരുക്കൂത്തായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ ദുശാസൻ്റെ വസ്ത്രാക്ഷേപം, ദുശാസൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്ത് പാഞ്ചാലി വല്ലാതെ നിലവിളിച്ച് ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്നു. അതിനുശേഷം പാഞ്ചാലിയായിട്ട് ഇവിടെ ദുശാസനൻ ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുന്നതിന് മുമ്പ് പാഞ്ചാലിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അത്രയും വിശ്വാസം. അത് കഴിഞ്ഞിട്ട് രാത്രി യുദ്ധം തീരുമ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്. പാഞ്ചാലി പുറത്തിറങ്ങുന്നു, രൂപം മാറുന്നു, വളരെ കറുത്ത രൂപം, ഉയർന്ന രൂപം, വസ്ത്രമൊക്കെ പൊട്ടിക്കീറുന്നു, യുദ്ധഭൂമിയിൽ നടക്കുന്നു. അവിടെ ഉള്ള മാംസവും അതുപോലെയുള്ള എല്ലുകളും ഒക്കെ കടിച്ചു പറിച്ച് യുദ്ധഭൂമിയിൽ നടക്കുന്നു. അതിനുശേഷം ഒരു തീരുമാനമെടുക്കുന്നു, ഇനിയൊരു യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ശത്രുക്കളെയും ബന്ധുക്കളെയും കൊല്ലും, എന്നിട്ട് ഇവൾ ഈ നാട് വാഴും എന്നൊരു ചൊല്ലുണ്ട് ഈ പാഞ്ചാലിക്ക്. പാഞ്ചാലി ആ സമയത്ത് കണ്ണകി ആയിട്ടില്ല, കണ്ണകിയുടെ മിത്തില്ല. അപ്പം ഈ പാഞ്ചാലിയുടെ ഈ തെരുക്കൂത്ത് നിന്ന് കണ്ണകിയിലേക്ക് ഇതൊരു പരിണാമം സംഭവിച്ചു. എന്നിട്ട് ഈ തീയിൽ കൂടി നടക്കുമ്പോൾ, തീ കുളിക്കുക എന്ന് പറയും, ഒരു ചടങ്ങ്, ഒരു തീ നിറച്ച് അത് കൂടി ഈ സ്ത്രീകൾ നടക്കാറുണ്ട്.
പാഞ്ചാലിയുടെ മഞ്ഞച്ചേല അവിടെ വിരിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൂടിയാണ് നടക്കുന്നതെന്ന് വിശ്വസിച്ചിട്ടാണ് ഇവർ പോകുന്നത്. പാഞ്ചാലിയുടെ കൈ ഞങ്ങളെ പിടിച്ചിട്ടുണ്ട്. അത്രത്തോളം ഉള്ള ആ ആദ്യ രൂപം കണ്ണകിയിലേക്ക് കൂടി സംക്രമിക്കുകയാണ്. ആ കണ്ണകി പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ദേവതയെ ഭദ്രകാളിയായിട്ട് മാറും. ഭദ്രകാളിക്ക് പിന്നെയും തിരുവനന്തപുരത്തുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കാവിൽ ഒരു തരത്തിലുള്ള ഈ പൊങ്കൽ, ഈ പൊങ്കൽ ആഘോഷിക്കുന്നത്, ആ ഉത്സവം ശരിക്ക് കണ്ണകി കുട്ടിയാകുമ്പോൾ വന്നിട്ടുണ്ടായ ആഘോഷമാണ് എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. അപ്പം കണ്ണകിക്ക് കുട്ടിയുടെ ഇതും കൊടുക്കുകയാണ്, വലുതായിട്ട് കൊടുക്കുകയാണ്. ഈ പാണ്ഡ്യരാജാവിനെ കൊന്ന കഥ കൊടുക്കുകയാണ്. അതിനുശേഷം കാളികാപുരത്ത് ദക്ഷയാഗത്തിൽ സതിയെ വലിച്ചെറിഞ്ഞിട്ട്, സതിയുടെ വെന്ത ശരീരം വലിച്ചെറിഞ്ഞിട്ട് ഓരോ ഭാഗമായിട്ട് ചെതറിയിട്ട് ഭൂമിയിൽ ഓരോ ഭാഗത്ത് വീഴുന്നു. അതും കേരളത്തിലെ മലയാമ്പർമ്മ ക്ഷേത്രത്തിൽ സതിയുടെ സ്ഥലം വന്ന് വീഴുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഭാഗങ്ങൾ വന്ന്, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഭദ്രകാളിയിലേക്ക് കൂടുകയാണ്. ഇത്രയും ശക്തമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ഭദ്രകാളി കൾട്ട് കേരളത്തിലുണ്ടാവുന്നുണ്ട്. അതിന് തുല്യമായിട്ട് ഈ രുചിത്ത് എന്ന് പറയുന്ന ഒറീസയിൽ നിന്ന് വരുന്ന ദേവതയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അധികവും അത് ഉത്തര കേരളത്തിലാണ് സാധാരണ കാണുന്നത്. ഈ കായചണ്ഡിക എന്ന് പറയുന്നൊരു യക്ഷിയെക്കുറിച്ച് പറയാറുണ്ട്. കായചണ്ഡിക യക്ഷി ജൈനമതത്തിൽ പറയുന്നതാണ്. കായചണ്ഡിക വിശപ്പിൻ്റെ രൂപമാണ്. കയ്യിൽ ചട്ടുകവുമായിട്ട് വിശപ്പിൻ്റെ രൂപമായിട്ട് കായചണ്ഡിക നടക്കും. ഈ കായചണ്ഡികയെ നമ്മൾ വടക്കൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ ഭക്ഷണം അതുകൊണ്ട് ചെറുകുന്നിലമ്മ ഭക്ഷണം കൊടുക്കുന്ന ദേവതയായിട്ട് വന്നു. ആ ചെറുകുന്നിലമ്മയുടെ പ്രാഗ്രൂപം വേണമെങ്കിൽ ഈ കായചണ്ഡികയായിക്കൂടാ എന്ന് പറയാനാവില്ല. പറയാൻ പറ്റുമെന്ന് നോക്കാം. ഏതായാലും ഇത്രയും ശക്തമായിട്ടുള്ള ഭദ്രകാളി അത്രത്തോളം ശക്തമായിട്ട് രുചിത്ത് വന്നില്ലെങ്കിലും, ആരോഗ്യത്തിനോട് വന്നില്ലെങ്കിലും, കുറേ കൂടി ആരാധന തുടങ്ങിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യാസമായിട്ട് പറയാമെന്ന് വെച്ചാൽ, ഈ കാളിക്കട്ടിൽ പ്രധാനമായിട്ട് വേഷത്തിൽ 2 സ്വഭാവമാണ്, ചുവപ്പും വെളുപ്പും. വെളിച്ചപ്പാടിൻ്റെ രൂപവും ഈ ചുവന്ന പട്ടും വെളുത്ത വസ്ത്രവുമാണ്. കഴുത്തിൽ കൂടി ചുവന്ന പട്ടരും, അരയിൽ കിങ്ങിണി അരമണി. ഈ വസ്ത്രത്തിൻ്റെ ഉടുപ്പും ഈ അരമണിയുടെ രൂപവും നൃത്തത്തിൻ്റെ സ്വഭാവവും വെച്ച് നോക്കുമ്പോൾ ഈ വെളിച്ചപ്പാടുകളെല്ലാം ഇത് സ്വീകരിച്ചത് ഒറീസയിൽ നിന്നല്ലേ എന്നൊരു സംശയം തോന്നാം. ഒഡീസി നർത്തകാരിയുടെ രൂപം ഏതാണ്ട് ഇങ്ങനെയാണ്. ഈ വേഷമാണ്. അത് കരിങ്കാളിയുടെ ആരാധനയിൽ പാലും വെള്ളരി എന്ന് പറഞ്ഞ ചടങ്ങിൽ ഈ രൂപത്തിലാണ് വെളിച്ചപ്പാട് നൃത്തം ചെയ്യുന്നത്. മഞ്ഞപ്പൊടി ആരാധന എന്നാണ് പറയുക. അതൊരു തരം നൃത്തമാണ്. ആ നൃത്തത്തിൽ 2 തരത്തിലുള്ള താളം മാത്രമാണ് ഉപയോഗിക്കുക. അതിൽ നടുവത്ത് സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ ഒരു പ്രത്യേക താളവും, അതുപോലെ മോങ്ങത്ത് അടുത്തൊക്കെയുള്ള ചില കാവുകളുണ്ട്. അതിലൊക്കെ ഉള്ളത് പൈങ്ങോട്ട് പറ്റ സമ്പ്രദായം എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ് ഈ വെളിച്ചപ്പാടിൻ്റെ നൃത്തം. അത് ഇതിനെക്കുറിച്ച് പിന്നീട് വിവരിക്കും. അപ്പം ഈ രുചിത്ത് എന്ന് പറയുന്നത് ഈ ഒറീസയിൽ നിന്ന് വന്ന ഈ ദേവതയാണ്. അതിന് വടക്കൻ കേരളത്തിലൂടെ കുറച്ച് വ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് പറ്റും. അപ്പോൾ മലവഴിക്ക് വന്ന ദേവത കൊറ്റവയാണ്. ആ മലവഴിക്ക് വന്ന ദേവത ഭാരതപ്പുഴയുടെ കരയിൽ കൂടിയാണ് വന്നത് എന്ന് പറയുന്നു. ഭാരതപ്പുഴയുടെ വടക്കേ കരയിലൂടെ വ്യാപിച്ചു. ആനമുടിയെന്ന് നാട്ടുവിളി വിളിച്ചിട്ട് വരികയാണ്. നമ്മുടെ കൊറ്റവയുടെ ദേവതാസങ്കല്പം വടക്കൻ കേരളത്തിൽ നിന്ന് സഞ്ചരിച്ച് പൊന്നാനി എത്തി ഭാരതപ്പുഴയുടെ വടക്കേ കരയിലൂടെ കിഴക്കോട്ട് പോകുന്നു, മറ്റത് വടക്കോട്ട് വരുന്നു, പിന്നെ പടിഞ്ഞാട്ട് വരുന്നു.
ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയുണ്ട് നമ്മുടെ തിരുനാവായം മണപ്പുറത്തുണ്ടായിരുന്ന സംഗമ ഭൂമിയിൽ വെച്ച് ഇവർ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അതിൽപ്പെട്ട പലതും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ വ്യത്യസ്തമായി തന്നെ ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ നിൽക്കുന്നു. പക്ഷേ ഇതിലെ ദേവതകളും ഇതിലെ ആരാധനാ സമ്പ്രദായങ്ങളും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അവിടെ ഈ കൗളമാർഗത്തിലുള്ള മദ്യം മാംസം തുടങ്ങിയിട്ടുള്ള പൂജകളാവുന്ന അവിടെയില്ല. പക്ഷേ കൊടുങ്ങല്ലൂരോ തിരുമാന്താംകുന്നിലോ അങ്ങാടിപ്പുറത്തോ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ ചില കാവുകളിലോ ഒക്കെയുള്ള അത്രയും കാര്യമായിട്ടുള്ള കോഴിബലി ഇതുപോലെ മൃഗബലി അത്രയും കാര്യമായിട്ട് പല സ്ഥലത്തും നടക്കുന്നില്ല. മിനിമം കോഴിബലി മാത്രമാണ് അധികം നടക്കുന്നത്. മറ്റൊക്കെ ഈ പുതിയ ഭഗവതിയൊക്കെ കോഴിക്കോട് വടക്കൻ തെയ്യങ്ങളിൽ പുതിയ ഭഗവതിക്കൊക്കെ ആടിനെ തന്നെ നേരെ ബലി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വളയനാട് കാവിൽ നരബലി വരെ നടന്നിരുന്നു എന്ന് കരിങ്കാളിയുടെ തോറ്റത്തിൽ കണ്ടിട്ടുണ്ട്. നരബലി വരെ നടന്നു. അതായത് വളയനാട് കാവിൻ്റെ വടക്കേ നടയിലും 12 മുല വരാത്ത പെൺകുട്ടികളെ കഴുത്ത് വെട്ടി രക്തം പാത്രത്തിൽ വാങ്ങിയിട്ട് ഭദ്രകാളെ കുടിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് തോറ്റത്തിൽ പറയുന്നു. അത് കരിങ്കാളിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു രംഗവുമായിരുന്നു അത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ പരസ്പരം പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ദേവതകൾ നടത്തിയെങ്കിലും കരിങ്കാളി എന്നുള്ള ഈ സങ്കല്പം ഇതിനൊട്ടും ചേരുന്നില്ല. വേഷത്തിൽ ചേരുന്നു വേണമെങ്കിൽ പറയാം. വേഷത്തിൽ ചേരുന്നു. വാള് അല്ലെങ്കിൽ പള്ളിവാള്, ചെലമ്പ്, അരമണി തുടങ്ങിയതൊക്കെ വേഷത്തിലേ ചേരുന്നുള്ളൂ. വേറെ അനുഷ്ഠാനത്തിലോ വേറെയുള്ള വിശ്വാസങ്ങളിലോ വരുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കരിങ്കാളിയെ കാണണം. മാത്രമല്ല, കരിങ്കാളിക്കുള്ള പ്രത്യേകത ഈ തിരുവഞ്ചിക്കുളത്തിൽ പടിഞ്ഞാറ് തിരുവരയത്തളി എന്ന കാവിൽ നിന്ന് അതിൻ്റെ വടക്കേ വാതിൽ മാടത്ത് നിന്ന് പുറപ്പെടുകയാണ് കരിങ്കാളി. പുറപ്പെടുകയാണെന്ന് പറയുമ്പോൾ അവിടുന്ന് ഇറങ്ങുകയാണ് കരിങ്കാളിയും കുറച്ച് സഖിമാരും കൂടി 4-5 സഹോദരിമാരും കൂടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അവിടെ തിരുവരയോർത്തിക്കാവ്, തെയ്യം പിറന്ന നാടുണ്ടല്ലോ തെക്ക് തിരുവരയോർത്തിക്കാവേ എന്നാണ് തോറ്റത്തിൽ പറയുക. അത് ഈ തിരുവഞ്ചക്കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ കാവുള്ളത്. അതിൻ്റെ വടക്കാണ് പറയുന്നത്. അപ്പം ഈ കരിങ്കാളി പുറപ്പെടുന്നത് അവിടെ നിന്നാണ്. ഈ മറ്റുള്ള ദേവതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രീ മഹാദേവൻ തൻ്റെ 3-ാമത്തെ തൃക്കണ്ണിൽ ചെങ്ങനൽക്കൂട്ടം മിണ്ടലറി കാളമേഘനിറമായി ജനിച്ചമാൾ കരിങ്കാളി കുട്ടികളെ ജപിക്കാൻ ഊതാൻ ഉപയോഗിക്കുന്ന മന്ത്രത്തിൽ പറയുന്നതാണ്. അങ്ങനെ ഈ എല്ലാ ദേവതകളും എല്ലാ മാതൃദേവതകളും ജനിക്കുന്നത് മിക്കവാറും ഈ ശിവൻ്റെ 3-ാം തൃക്കണ്ണിന്നാണ്. പക്ഷേ കരിങ്കാളിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയുന്നില്ല. ശിവനിൽ നിന്നാണ് ഉൽപ്പത്തിച്ചതെന്ന് പറയും. പക്ഷേ ശിവനെക്കുറിച്ചൊക്കെ വിശ്വാസത്തോടു കൂടി പറയുന്നുണ്ടെങ്കിലും ശിവനിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയുന്നില്ല. ഈ സതിയുടെ കഥയാണെങ്കിലും മറ്റുള്ള എല്ലാ കഥകളും ഇപ്പോൾ എല്ലാ ചാമുണ്ടികളും എന്നൊക്കെ പറഞ്ഞ ദേവതയൊക്കെ ഒക്കെ ശൈവമായിട്ടാണ് ബന്ധപ്പെടുന്നത്. പക്ഷേ കരിങ്കാളി മാത്രം അങ്ങനെയല്ല. അങ്ങനെ പ്രത്യേകത കൂടി കരിങ്കാളിക്കുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ കരിങ്കാളി പുറപ്പെടുന്നത് മേൽമാടം ദേവന്മാർ ചമയ്ക്കുന്നു, കീഴ്മാടം സാധാരണ ജനങ്ങൾ ചമയ്ക്കുന്നു. മേൽമാടത്തിൽ നിന്ന് അടക്കയുടെ തോടും അതുപോലെ വെറ്റിലയും ചുണ്ണാമ്പിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ കീഴോട്ട് വീണിട്ട് സഹിക്കാൻ വയ്യാതെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് പക്ഷമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന്
പുറപ്പെടുകയാണ് കരിങ്കാളിയും സംഘവും. പക്ഷേ കരിങ്കാളിയുടെ ഉൽപ്പത്തിയെപ്പറ്റി അപ്പോഴൊന്നും പറയുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെ പുറപ്പെടുന്നതൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഇവരൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് വരുമ്പോൾ അവിടെ പുറപ്പെട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഭാരതപ്പുഴയുടെ പക്കത്തേക്ക് എത്തിയിട്ടാണ്. അതിനു മുമ്പ് ഈ വഴിക്ക് വെച്ച് തോണി കടക്കുന്ന സമയത്ത് തോണിക്കാരുമായിട്ടൊന്ന് കൂലി പെശക്കുന്നു. തൊഴക്കൂലി, പുഴാപുഴക്കൂലി, ഇതൊക്കെ ഒന്നും തെക്ക് ചേരമാം സ്വരൂപം എന്ന് കൽപ്പിച്ച തോണിയാണ്, അത് കൂലി വേണം എന്ന് പറഞ്ഞു. ഇപ്പോൾ തോണി തുഴയുന്ന ആളില്ല. അയാൾ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അയാൾ വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്, പുഴ കടക്കണം എന്ന് പറഞ്ഞു. കൂലി തരാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂലി തരാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ തോണി കടക്കണ്ടെന്ന് അതിൻ്റെ നേതാവ് പറയുന്നു. അപ്പോഴിവർ ആ തറയ്ക്കരയ്ക്ക് അവിടെ ഒരു പഷ്ണിശാല കൂട്ടിയിട്ട് അന്ന് അവിടെ കൂടിയിട്ട് പിറ്റേന്ന് രാവിലെ ഇയാളെ ഈ തോണി തുഴയുന്ന ആളുകളുടെ നായകനെ പിടിച്ച് തല വെട്ടി ആൽത്തറയിൽ വയ്ക്കുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ മുറത്തിൽ വസൂരിയും അതുപോലെയുള്ള മഹാരോഗങ്ങളും കൊടുത്തിട്ട് പുഴ കടന്ന് പോവുകയാണ്. എന്നാൽ പുഴ കടന്നു പോകുന്നു. അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ തുഴഞ്ഞു അങ്ങനെ എന്തൊക്കെയാണ് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് പുറത്തേക്ക് അപ്പുറം കിടക്കുന്നു. ഇത് കൊടുങ്ങല്ലൂരിൻ്റെ അപ്പുറത്ത് വാലന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. അവിടെ ചില കാവുകളൊക്കെ ഉണ്ട്. ആ പുഴയുടെ പക്കത്ത് ചില ബാലന്മാരുടെ കാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കടന്നു പോരുകയാണ്. പിന്നെ വരവൻ്റെ ഉദ്ദേശം, ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. ഉദ്ദേശം വരുന്നത് വളയനാട് ദേവിയെ കാണണം, വളയനാട് ഭഗവതിയെ കാണണം, കൈതൊഴണം, പ്രാർത്ഥിക്കണം, എന്നിട്ട് ഏറനാട്ടിലേക്ക് വരണം. ഇതാണ് ഉദ്ദേശം. ഈ ഉദ്ദേശത്തിലാണ് വരുന്നത്. ഏറോനാട് എന്നാണ്, ഏറനാട് എന്ന് പറയാം, ഏറോന്ന് പറയുള്ളൂ. ഇവിടെ വരണം, ഇതാണ് ഉദ്ദേശം. അപ്പം അങ്ങനെ ആ ഭാഗത്തിൽ നടക്കുന്ന സമയത്ത് നമുക്കിവിടെ സുഖമില്ല, നമുക്കിവിടുന്ന് പോകാം. ഇവിടെ വെളിച്ചെണ്ണ മണക്കുന്ന ഭക്ഷണം കിട്ടും. അതുപോലെ അങ്ങനെ കുറേ അവലാദികൾ പറയുന്നു. എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ വളയനാട് ഭഗവതിയെ കാണാൻ വേണ്ടി പോവുകയാണ്. വളയനാട് ഭഗവതിയെ കണ്ട് വന്ദിച്ച് പോകണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു നാട്ടിലേക്ക് പോകണം. ഈ മറ്റ് ദേവതകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം കരിങ്കാളിക്ക് കിട്ടുന്നത്, ഇത് തുടക്കത്തിൽ യുദ്ധദേവതയായിരുന്നുവെങ്കിലും തെളിവെന്താ വെച്ചാൽ പോവുക എന്ന് പറഞ്ഞാൽ പട പുറപ്പെടുക എന്നേ പറയുള്ളൂ. പട പുറപ്പെടുക എന്നൊക്കെ പടയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും പറയും. അപ്പം അവിടുന്ന് ഈ പട പുറപ്പെട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും മറ്റുള്ള ദേവികൾ ഭദ്രകാളിയൊക്കെ ചെയ്യും പോലെ ആരെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല. ഇവിടെ ഈ തോണി കിടക്കുന്നവരെ ഉദ്ദേശിച്ചു എന്നല്ലാതെ വേറെ ആരും ഉപദ്രവിക്കുന്ന കാര്യമൊന്നുമില്ല. നേരെ ഇങ്ങോട്ട് പോകാം. അപ്പം അതുകൊണ്ട് തന്നെ അത് ഏറനാടിൽ ഒരു ദേവതയായിട്ട് പരിണമിക്കുന്നത്, യുദ്ധദേവതയായിട്ട് പരിണമിക്കുന്നതിൻ്റെ ഒരു കഥയായിട്ട് വരുന്നത് സാമൂതിരി രാജാവിൻ്റെ യുദ്ധദേവതയായിട്ട് എങ്ങനെ പരിണമിക്കുന്നതിൻ്റെ ഒരു കഥയാണ് ഈ 18 കരിങ്കാളി അനുഷ്ഠാനങ്ങൾ. തറയും അതുപോലെ തന്നെ പാലും വെള്ളരി എന്ന് പറയുന്ന 2 അനുഷ്ഠാനമാണ്. പാലും വെള്ളരി എന്നത് വീടുകളിൽ ചെയ്യുന്നതാണ്, മറ്റത് കാവുകൾക്കടുത്ത് ചെയ്യുന്നതാണ് തറ. ബംഗാളി ദേവതാസങ്കല്പം, പ്രത്യേകിച്ച് കാളിക്കാട്ടിലുള്ള ദേവതാസങ്കല്പം ഒന്ന് വേണമെങ്കിൽ ബന്ധപ്പെടുത്തി ആലോചിക്കാം. വേഷത്തിൽ മാത്രമാണ് തോന്നുന്നത്. മാത്രമല്ല ഈ വലിയ ആടിനെ കുറിച്ച് വലിയ മൃഗബലിക്കലും പോത്തിനെയൊക്കെ അറുക്കുന്ന ബലി കൊടുക്കുന്ന ദേവതയാണ് ബംഗാളി. പക്ഷേ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഒരു ചീർമക്കാവിൽ ചീർകുറുമ്പയ്ക്ക്
ബലി കൊടുക്കണമെങ്കിൽ, ശ്രീകുറുമ്പയുടെ തെയ്യം കെട്ടണമെങ്കിൽ അവർക്ക് ഒരു ആനയെ ബലി കൊടുക്കണം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ചീർമയ്ക്ക് ബലിയില്ല എന്ന് പറയും. അപ്പോൾ ആ തരത്തിൽ ചില ചില രൂക്ഷമായിട്ടുള്ള ചില ബലിക്രിയകളെക്കുറിച്ചൊക്കെ നമ്മൾ മറ്റുള്ള ദേവതകൾ കാണാമെങ്കിലും ഈ കരിങ്കാളി ദേവതയുടെ ഇഷ്ട ഭക്ഷണം ഈ പായസവും അതുപോലെയുള്ള ഭക്ഷണമൊക്കെ അങ്ങനെ. പിന്നെ ഒരു കുരുതി എന്ന് പറയുന്ന സാധനം നടക്കാറുണ്ട്. അത് രക്തത്തിന് പകരമാണെങ്കിലും കുരുതി അർപ്പിക്കുന്നത് പാലും വെള്ളരി സമയത്ത് കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഭദ്രകാളിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ചെയ്യുക ഈ കുരുതി. അതിനുശേഷം ചുറ്റി തെക്ക് ഭാഗത്തുകൂടി പ്രദക്ഷിണം വെച്ച് വന്നിട്ട് വടക്ക് ഭാഗത്തുനിന്ന് പിന്നെ കരിങ്കാളിക്ക് ചെയ്യുന്നത്. അതൊരു ചെറിയ വ്യത്യാസം വേണമെങ്കിൽ പറയാം. അത് കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇനിയും ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അടുത്ത സമയത്താവും.